സ്വീറ്റ് കൊഴുക്കട്ടയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ ചൂടാവാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് തേങ്ങ ഞാനൊന്ന് മിക്സിയിൽ ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, നെയ്യ് ഒഴിക്കുന്നില്ല. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ശർക്കരയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ശർക്കര പാനി റെഡിയാക്കിയത്. ഒന്ന് ഫിൽറ്റർ ചെയ്ത ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒഴിച്ചു കൊടുത്ത ശർക്കര പാനി തേങ്ങയിലേക്ക് നന്നായി അബ്സോർബ് ആവണം. രണ്ട് ഏലക്കായ് പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റും കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച ശർക്കരയൊക്കെ നന്നായി തേങ്ങയിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ മാവ് റെഡിയാക്കാം. 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തത്. ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഏത് കുക്കിംഗ് ഓയിലായാലും മതി. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഒരുപാട് ചൂടില്ല, കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചൂടേ ഉള്ളൂ. ഇത് ഇടിയപ്പത്തിന് അല്ലെങ്കിൽ പത്തിരിക്ക് ഒക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് കുറച്ചൊന്ന് തണിഞ്ഞ ശേഷം കുഴച്ചെടുക്കുന്ന ആ മെത്തേഡിലും ചെയ്തെടുക്കാവുന്നതാണ്. മാവിപ്പം നന്നായി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പം സ്റ്റീം ചെയ്ത് കൊടുക്കുന്ന ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കയ്യിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ആ ഒരു സൈസിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് സെന്ററിൽ പ്രസ് ചെയ്ത് കൈകൊണ്ട് തന്നെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം. ഏകദേശം ഒരു റൗണ്ട് ആക്കി എടുത്തു. ഇനി സ്വീറ്റ് കോക്കനട്ട് മിക്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണാണ് ഇതിലേക്ക് വെച്ച് ഫില്ല് ചെയ്യുന്നത്. അതിൽ കൂടുതലായാൽ ഇതിലേക്ക് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഫില്ലിംഗ് കറക്റ്റ് സെന്ററിലാക്കി വെച്ച ശേഷം എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഷേപ്പ് ഒന്നും റെഡി ആയിട്ടില്ല. ഒരു 2-3 എണ്ണം ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോഴേക്കും റെഡി ആയി കിട്ടും. ഇതുണ്ടാക്കുന്ന രീതിയിലുള്ള മോൾഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ല, അതുകൊണ്ടാണ് ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നല്ലൊരു ഷേപ്പ് തന്നെ ഇത് കിട്ടും. ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിത് ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ തന്നെ ഇത് സ്റ്റീം ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും പുറത്ത് റെഡിയാക്കി വെക്കുന്നില്ല, അപ്പോൾ തന്നെ സ്റ്റീം ചെയ്യാണ്. 1 കപ്പ് അരിക്ക് ഞാനിപ്പോൾ 9 എണ്ണമാണ് ഉണ്ടാക്കിയത്. ഇത് ഇനി കവർ ചെയ്ത് സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ്.
ഒരു 10 മിനിറ്റാണ് സ്റ്റീം ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടോടെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അങ്ങനെയും കഴിക്കാം.